വനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ദൗത്യസംഘം അതുപോലെ കുങ്കിയാനകൾ ബേലൂർ മഖ്നയ്ക്ക് അരികിലേക്ക് നീങ്ങുന്നു. കുങ്കിയാനകൾ വനത്തിനകത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. സജോ ദേവസ്യ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, ദൗത്യസംഘത്തിന്റെ ഏറ്റവും ഒടുവിലായുള്ള നീക്കങ്ങൾ എങ്ങനെ, പുതിയ വിവരങ്ങൾ എങ്ങനെ സജോ? റിജിത്ത്, ദൗത്യസംഘം നിലവിൽ ബാവലി പാതയിലെ കാട്ടിക്കുളം ബാവലി പാതയിലെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലയുറപ്പിച്ചിരുന്നത്. വിപുലമായ ദൗത്യസംഘമാണ്. 4 വെറ്റിനറി ഓഫീസർമാർ, DFO ഷജന കരീമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീം, RRT സംഘം, അങ്ങനെ വിപുലമായ സംഘമാണ് ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നത്. പിന്നീട് ട്രാക്കിംഗ് ടീം കാട്ടിൽ കയറി കൃത്യമായ ഒരു ലൊക്കേഷൻ ട്രാക്ക് എടുത്തു. അതാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായത്. നിലവിൽ ഈ ബാവലിയോട് ചേർന്ന, അതായത് ബാവലി ഡിവിഷൻ ചേർന്ന, നിലവിൽ ബാവലിയിലെ തേക്ക് പ്ലാന്റേഷനാണ്. അതിനോട് ചേർന്ന പിന്നീട് ഇത് മുഴുവൻ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. അകത്തേക്ക് കേരളത്തിൻ്റെ വനമാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു 3.5-4 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കർണാടക അതിർത്തിയോട് എത്തും. കർണാടക അതിർത്തി മേഖലയിലേക്ക് എത്തും. ഈ മേഖലയിലാണ് ബേലൂർ മഖ്നയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ ട്രാക്കിംഗ് ടീം വനത്തിലകത്തേക്ക് കടക്കുകയും ഈ സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്തേക്ക് എത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഏറെക്കുറെ ബേലൂർ മഖ്നയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ആ സിഗ്നൽ അനുസരിച്ച് ഏറെക്കുറെ ഈ ലൊക്കേഷനിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സ്ഥലത്തേക്ക് കുങ്കിയാനകളെ കൂടി ഇപ്പോൾ അല്പസമയം മുൻപ് 2 കുങ്കിയാനകളെ ഈ സ്ഥലത്തേക്ക് ദൗത്യസംഘം പോയ അതേ സ്ഥലത്തേക്ക് തന്നെ വനത്തിനകത്തേക്ക് ഈ 2 കുങ്കിയാനകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഡാർട്ടിംഗ് പ്രക്രിയയിലേക്ക് കടക്കാൻ പോകുന്നു. അതിനനുയോജ്യമായ സാഹചര്യം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ കുങ്കിയാനകളെ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അനുയോജ്യമായ സാഹചര്യവും സന്ദർഭവും ഒക്കെ വരികയാണെങ്കിൽ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അത് വെറ്റിനറി ടീമാണ് അന്തിമമായി മയക്കുവെടിയിലേക്ക് പോകണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഒപ്പം ഇതിൻ്റെ സമയം ഒരു അനുയോജ്യമായ സ്ഥലത്തേക്ക് ബേലൂർ മഖ്നയെ എത്തിക്കണം. അതിനുശേഷം മയക്കുവെടി വെക്കണമെങ്കിൽ തന്നെയും ഈ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് തണ്ണീർക്കൊമ്പൻ്റെ പശ്ചാത്തലത്തിൽ, തണ്ണീർക്കൊമ്പൻ്റെ മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഈ ദൗത്യവും നിർവഹിക്കുക, അതായത് മയക്കുവെടിയുടെ കാര്യം നിർവഹിക്കുക. അതേസമയം 4 DFOമാരാണ് ഈ ദൗത്യം ആകെ ഏകോപിപ്പിക്കുന്നത്. ഈ സംഘമെല്ലാം ഈ ബാവലിയിൽ നിന്ന് ഈ സിഗ്നൽ ട്രാക്കിംഗ് ടീമിന് ഈ സിഗ്നൽ ലഭ്യമായതിന് പിന്നാലെയാണ് ഈ ദൗത്യ സംഘത്തെ മുഴുവനായി ഇങ്ങോട്ടേക്ക് നിയോഗിച്ചത്. എല്ലാ നിലയ്ക്കും അവർ സജ്ജമാണ്. വനത്തിനകത്തേക്ക് തന്നെ അവർ പ്രവേശിക്കുകയും ചെയ്തു. അതിനുശേഷം ദൗത്യം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് 2 കുങ്കിയാനകളെ അകത്തേക്ക് കൊണ്ടുപോയി, വനത്തിനകത്തേക്ക് കൊണ്ടുപോയി എന്നത്. ഇനിയിപ്പോൾ സാഹചര്യം ഉണ്ട്, സന്ദർഭമൊക്കെ നോക്കണം. ഒപ്പം ഈ വനത്തിലെ എല്ലാ സ്ഥലത്തു വെച്ചും മയക്കുവെടി എന്നതിലേക്ക് പോകാൻ കഴിയുകയില്ല. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, പ്രോട്ടോക്കോളുണ്ട്. അതുകൊണ്ട് കുറെ കൂടി തേക്ക് പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് എത്തിച്ചതിന് ശേഷം അല്പം കൂടി വെയിൽ താന്നതിന് ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അന്തിമമായി മയക്കുവെടി വെക്കണമെന്നൊരു തീരുമാനം ദൗത്യസംഘം എടുത്തിട്ടില്ല. അത് എടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ദൗത്യസംഘം അറിയിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം, വെറ്റിനറി ടീമിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും ആ ദൗത്യത്തിലേക്ക് കടക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൗത്യസംഘത്തിന് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ട്രാക്കിംഗ് ടീം കൃത്യമായി തന്നെ ഏറെക്കുറെ ലൊക്കേറ്റ് ചെയ്യാനായി ആ സ്ഥലത്തേക്ക് അവർ നീങ്ങിയിട്ടുമുണ്ട്. ട്രാക്കിംഗ് ടീം വീണ്ടും അതേ ദൗത്യ സംഘത്തെ തന്നെ അവരുടെ ഒപ്പം തന്നെയുണ്ട്. ഒപ്പം ഈ കുങ്കിയാനകളെ ഇതേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അതായത് ഡാർട്ടിംഗ് പ്രക്രിയയിലേക്ക് തന്നെ കടക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് കുങ്കിയാനകൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനു മുൻപ് ഈ ബാവലിയുടെ ഭാഗമായ സ്ഥലത്ത് ബാവലിയിൽ കൊണ്ടുവന്നാണ് ആ ആനയെ തളച്ചിരുന്നത്. അതായത് 2 കുങ്കിയാനകളെ നിർത്തിയിരുന്നത്. ആവശ്യമെങ്കിൽ മറ്റ് 2 കുങ്കിയാനകളെ കൂടി എത്തിക്കുക എന്ന നിലയ്ക്കാണ്. അപ്പോൾ കുങ്കിയാനകളെല്ലാം ഇങ്ങോട്ടേക്ക് ബാവലിയിലേക്ക് തന്നെ എത്തിച്ചു. പിന്നീട് 2 കുങ്കിയാനകൾ ഏറ്റവും അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ ദൗത്യത്തിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുക. അതിപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒപ്പം ഈ ആനയുടെ നിൽപ്പ് എങ്ങനെയാണ്, ഏത് സ്ഥലത്താണ്, ആ ലൊക്കേഷൻ എങ്ങനെയാണ്, അവിടുത്തെ പശ്ചാത്തലവും സാഹചര്യവും എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായി വിലയിരുത്തണം. അതിനുശേഷം മാത്രമേ അത് വെറ്റിനറി ഡോക്ടർമാർ തന്നെ അത് നിരീക്ഷിക്കും. ഒപ്പം ഈ ദൗത്യ സംഘവുമുണ്ട്. അതിനുശേഷമായിരിക്കും നീക്കണമെങ്കിൽ, അതായത് മയക്കുവെടിയിലേക്കൊക്കെ വെക്കണമെങ്കിൽ മറ്റൊരു ലൊക്കേഷനിലേക്ക്, കുറെ കൂടി അനുയോജ്യമായ ലൊക്കേഷനിലേക്ക് നീക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് നീക്കും. അത് ഈ തേക്ക് പ്ലാന്റേഷൻ കഴിഞ്ഞുള്ള ഫോറസ്റ്റ് മേഖലയിലാണ് ഇപ്പോൾ സാന്നിധ്യമുള്ളത്. അനുയോജ്യമായ സാഹചര്യം, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് കൂടുതൽ സമയം കാത്തിരിക്കണമെങ്കിൽ അങ്ങനെ കാത്തിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമായ സന്ദർഭം ഉണ്ടെങ്കിൽ മയക്കുവെടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മിഷൻ അതിൻ്റെ ഒരു സുപ്രധാനമായ ഈ ബേലൂർ മഖ്ന മിഷൻ അതിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബേലൂർ മഖ്ന ദൗത്യം അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആനയെ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളും വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യം, ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. സജോ ദേവസ്യ അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.